നമസ്കാരം. മാസ്റ്റർ കെയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജോഗ്രഫിക്ക് VFAക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ജോഗ്രഫി മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക എന്നതാണ്. ആഗ്നേയശില കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? ആഗ്നേയശിലയാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത ഏതാണെന്നാണ് ചോദ്യം, ഇല്ലേ? നോക്കാം. ഓപ്ഷൻ എ, ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ആഗ്നേയശില എങ്ങനെയാണ് വിളിക്കുന്നത്? പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു എന്നതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്നത്. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ ആണ് ആഗ്നേയശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായി എന്തറിയണം? ആഗ്നേയശില എന്താണെന്ന് അറിയണം, അല്ലേ? നമ്മളിവിടെ ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ്? ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കാം, ഇല്ലേ? ശിലകളിൽ തന്നെ എന്താണ്? ശിലകളുടെ മാതാവ് എന്താണ്? പിതൃശില, എന്താണ്? ആദിമശില, പ്രാഥമിക ശില എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ശിലയാണ് ഇത് ആഗ്നേയശില കേട്ടോ. ആഗ്നേയശില. അപ്പം ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് അത് നമ്മൾ അറിയണം. ഇത് ശരിയാണ്. എന്താ? ആഗ്നേയശിലയാണ് പ്രാഥമിക ശില, മാതൃശില അല്ലെങ്കിൽ പിതൃശില, ആദിമശില എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ആഗ്നേയശിലയാണ്, അല്ലെ? ശിലകളെ നമുക്കറിയാം ആഗ്നേയശിലയെന്നും അവസാദ ശിലയെന്നും കായാന്തരിക ശിലയെന്നും നമ്മൾ 3ആയി തരംതിരിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? എന്തൊക്കെയാണ്? ആഗ്നേയശില, പിന്നാണ് ഏത്? അവസാദശില, അല്ലെ? അവസാദശില, പിന്നെ എന്താണ്? കായാന്തരിക ശില, കായാന്തരിക ശില. അങ്ങനെ 3ആയിട്ട് തരം തിരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശിലകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ശിലകളുടെ മാതാവായിട്ടുള്ള ആഗ്നേയശിലയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി, ഇല്ലേ? ഇനി ശിലകളെ അല്ലെങ്കിൽ ആഗ്നേയശിലയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതായത് ബാഹ്യജാതവും അന്തർവേദവും കേട്ടോ. ഏതൊക്കെയാണ്? ബാഹ്യജാതവും പിന്നെന്താണ്? അന്തർവേദവും. ബാഹ്യജാത ശില കേട്ടോ. എന്താണ്? ബാഹ്യജാത ശില, അന്തർവേദശില. അതായത് അഗ്നിസ്ഫോടനങ്ങളുടെ ഫലമായിട്ടൊക്കെ മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന പരരൂപ ശിലകളാണ് ഏത്? അന്തർവേദ ശില എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബാഹ്യജാത ശില എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അന്തർവേദ ശിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. നെക്സ്റ്റ് വൺ ആണ് ഏത്? ഗാബ്രോ. ഗ്രാനൈറ്റ്, ഗാബ്രോ ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? അന്തർവേദ ശിലയ്ക്ക്, അതായത് ഭൂമിയുടെ ഉള്ളിൽ വെച്ച് തന്നെ രൂപപ്പെടുന്ന ആഗ്നേയശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് ഏത്? ഗ്രാനൈറ്റ്, ഗാബ്രോ എന്നിവ. എന്നാൽ ബാഹ്യജാത ശിലയാണ് ഏതാ? നമ്മൾ പറയുന്ന ബസാൾട്ട്. ബസാൾട്ട് ഒരു ബാഹ്യജാത ശിലയാണ് കേട്ടോ, ബസാൾട്ട്. അപ്പൊ നമ്മളിവിടെ ആ ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. ആഗ്നേയശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായ കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ആഗ്നേയശിലയാണെന്ന് തെറ്റാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന ശില ഏതാണെന്ന് വെച്ചാൽ അത് കായാന്തരിക ശിലയാണ്. കായാന്തരിക ശില കേട്ടോ. കായാന്തരിക ശിലയാണ് എന്ത്? കേരളത്തിൽ അധികമായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ആഗ്നേയശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. നമ്മൾ പറഞ്ഞു, ഇല്ലേ? ആഗ്നേയശിലകളെ നമ്മൾ അന്തർവേദ ശിലയെന്നും ബാഹ്യജാത ശിലയെന്നും പറഞ്ഞു, ഇല്ലേ? അതായത് ഭൂമിക്കകത്താണെങ്കിൽ അന്തർവേദ ശില, പുറത്ത് രൂപപ്പെടുന്നതിനെ നമുക്ക് ബാഹ്യജാത ശില, അങ്ങനെ തരംതിരിക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പൊ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് എന്ത്? ബന്ധമില്ലാത്ത എന്താണ് സ്റ്റേറ്റ്മെന്റ്. ആൻസർ എന്താണ്? സി ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള, അല്ലെ? നമ്മൾ ഗതാഗതം എന്ന മേഖലയാണ് ഇപ്പൊ പറയുന്നത്. ഏറ്റവും മികച്ച ഗതാഗതമുള്ള നഗരം ഏതാന്ന് വെച്ചാൽ ഏതാണ്? മുംബൈ ആണ് കേട്ടോ. മുംബൈ ഇന്ത്യയുടെ വ്യവസായ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന മുംബൈ നഗരമാണ് എന്ത്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരം, അല്ലേ? നമ്മൾ പഠിക്കാറുണ്ട് എന്ത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണെന്ന്, അല്ലേ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കവാടം.
ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് ഏത്? മുംബൈ. അതേപോലെ തന്നെ ഇന്ത്യയുടെ വ്യവസായ നഗരം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? മുംബൈ ആണ് കേട്ടോ. അതുകൂടി ഒന്ന് പഠിച്ചിരിക്കണം. ഇവിടെ എന്താണ്? മെട്രോ നഗരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുംബൈ ആണ് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരം എന്നത് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം കേട്ടോ. പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? നമുക്കറിയാം വാദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വാദം കാറ്റുകൾ അല്ലേ, കാറ്റുകൾ. കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാറ്റിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട് അല്ലേ. ആദ്യം നമ്മൾ പറയുന്ന സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ആഗോളവാദങ്ങൾ എന്ന് തരംതിരിക്കും ഇല്ലേ, ആഗോളവാദങ്ങൾ. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്ന കാലികവാദങ്ങൾ. രണ്ടാമത്തേതാണ് കാലികവാദങ്ങൾ എന്നിനെ തരംതിരിക്കും. കാലങ്ങൾക്കനുസരിച്ച് വീശുന്ന കാറ്റുകളാണ് ഏത്? കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഏത്? അസ്ഥിരവാദങ്ങൾ ഇല്ലേ, അസ്ഥിരവാദങ്ങൾ. ഒരു സ്ഥിരതയില്ലാത്തത് അസ്ഥിരവാദങ്ങൾ. ഇവയെ നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ ഇല്ലേ. ആഗോളവാദങ്ങൾക്കൊക്കെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അടുത്താണ് കാലികവാദങ്ങൾ. അതായത് പ്രാദേശികവാദം എന്നൊക്കെ പറയുന്നത് കാലികവാദങ്ങൾ. പ്രാദേശികവാദങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് വീശുന്ന അല്ലേ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വീശുന്ന കാറ്റുകളാണ് ഇത് പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹർമറ്റൺ എന്നീ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചക്രവാദം. ചക്രവാദവും പ്രതിചക്രവാദവും സൈക്ലോൺസ് ഒക്കെ ഇല്ലേ, സൈക്ലോൺസ്, പിന്നെ നമ്മുടെ ടൊർണാഡോ, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് വെച്ചാൽ ഈ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അത് പ്രാദേശികവാദമല്ല, ഇതെന്താണ്? അസ്ഥിരവാദമാണ്. അപ്പൊ ചക്രവാദം എന്തല്ല? പ്രാദേശികവാദമല്ല. ചിനൂക്ക്, ലൂയ്, ഹർമറ്റൺ ഇതൊക്കെ എന്താണ്? പ്രാദേശിക വാദങ്ങളാണ് കേട്ടോ. ചിനൂക്ക് മഞ്ഞു തിന്നുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന ഒരു വാദമാണ് ഇത് ചിനൂക്ക്. ചിനൂക്ക് ഒരു പ്രാദേശിക വാദമാണ്. ലൂ ഇല്ലേ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ് ഇത്. ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ഇത് ലൂ എന്ന കാറ്റ്. നെക്സ്റ്റ് വൺ ഹർമറ്റൺ എന്ന് പറയുന്ന കാറ്റ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഇത്. ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഇത് ഹർമറ്റൺ എന്നത് അല്ലേ. പ്രാദേശിക വാദത്തെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതിനകത്ത് ഓരോ കാറ്റുകളും അവയുടെ പ്രത്യേകതകളും അവയുടെ പേരുകളും ഒക്കെ പഠിക്കണം. സിംപ്ലി നമുക്ക് ഇവയെ പറ്റി ഇത്രയൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ ആണ്. ഹർമറ്റൺ എന്നറിയപ്പെടുന്ന ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം ഏതാണെന്ന് ചോദിച്ചാൽ ഹർമറ്റൺ ആണ് ഇല്ലേ. പിന്നെ നമുക്ക് കുറെ കാറ്റുകൾ വേറെ അറിയാം ഇല്ലേ. മാംഗോ ഷവർ, കേരള കർണാടക തീരങ്ങളിലൊക്കെ വീശുന്ന കാറ്റാണ് ഇത് മാംഗോ ഷവർ എന്നത്. പിന്നെ നമുക്കറിയാം കാൾ ബൈശാലി എന്ന കാറ്റ്. ഇങ്ങനെ കുറെ പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ്? ചക്രവാദം എന്നതൊരു പ്രാദേശിക വാദമല്ല, അതൊരു അസ്ഥിരവാദമാണ് കേട്ടോ. എന്താണ്? അസ്ഥിരവാദമാണ്. ഓർത്തു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ അടുത്തേക്ക് നോക്കാം. എന്താണ് ക്ലിഫ്? ചോദ്യം എന്താണ്? എന്താണ് ക്ലിഫ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഇതൊരു ശിലയുടെ പേരാണ് എന്നതാണ്. തേർഡ് ഓപ്ഷൻ ഇതൊരു കൊടുമുടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിഫ് ഒരു കൊടുമുടിയാണെന്നും പറയുന്നു. ഓപ്ഷൻ 4 എന്താണ്? നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ് ക്ലിഫ് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്ലിഫ്? നമ്മൾ കേട്ടിട്ടുണ്ട് വർക്കല ക്ലിഫ് എന്നൊക്കെ അല്ലേ. വർക്കല ക്ലിഫ്. നോർമലി ക്ലിഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു എന്താണ് ഒരു പാറ കഷ്ണമെന്നോ അല്ലെങ്കിൽ ഒരു പാറക്കെട്ടെന്നോ അല്ലെങ്കിൽ ഒരു ഭൂരൂപം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ക്ലിഫ് എന്ന് വെച്ചാൽ നോർമലി ഒരു ഭൂരൂപമാണ് അല്ലേ. ഭൂരൂപം, സമതലങ്ങളിൽ ഉണ്ടാകുന്ന പലതരം ഭൂരൂപങ്ങളിൽ ഒരു ഭൂരൂപമാണ് എന്ത്? ക്ലിഫ് എന്നത്. ക്ലിഫ് ഒരു തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. കാരണം ഞാൻ പറഞ്ഞു ഇല്ലേ, കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്ത്? ക്ലിഫ്. അല്ലെങ്കിൽ ഉന്തി നിൽക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഉന്തി നിൽക്കുന്ന ഒരു പാറ അല്ലെങ്കിൽ ഒരു കല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലിഫ് എന്ന് വിളിക്കാം അല്ലേ. അല്ലെങ്കിൽ ആ ഒരു ഭൂരൂപം, പാറയെന്ന് പറയുന്നതിൽ ഉപരി എന്താണ്? അതൊരു ഭൂരൂപമാണ്. കടലിലേക്ക് തെള്ളി നിൽക്കുന്ന ആ ഒരു ഭൂരൂപത്തെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലിഫ് എന്ന് വിളിക്കാം. ഭൂരൂപങ്ങൾ പലതരത്തിൽ രൂപപ്പെടും. ഇപ്പൊ അതായത് കാറ്റിന്റെ ഫലമായിട്ട് രൂപപ്പെടാറുണ്ട്, തിരമാലയുടെ
അഗ്നിപർവ്വത ഭൂരൂപങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണക്കാരാണ് ആരൊക്കെ? കാറ്റ്, തിരമാല, അഗ്നിപർവ്വതം, ഇവയൊക്കെ എന്താണ്? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണക്കാരാണ്. ഇനി മരുഭൂമി ഭൂരൂപങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഭൂരൂപങ്ങളുണ്ട്. ഇപ്പൊ ഭൂരൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലാണ്. അപരദന പ്രക്രിയയിലൂടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയും എന്ത് ചെയ്യാം? ഭൂരൂപങ്ങൾ ഉണ്ടാകാം. അതായത് കാറ്റിന്റെ അപരദന പ്രക്രിയയിലൂടെ ഒരു ഭൂരൂപം ഉണ്ടാകാം. അതേപോലെ തന്നെ കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെയും എന്ത് ചെയ്യാം? ഭൂരൂപങ്ങൾ ഉണ്ടാകും. നോർമലി കൊടുത്ത ഈ ക്ലിഫ് എന്നത് എന്താണ്? തിരമാലയുടെ അപരദന ഭൂരൂപമാണ്. അപരദനം സംഭവിച്ചുണ്ടായ ഭൂരൂപമാണ് എന്ത്? ക്ലിഫ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ തിരമാലയുടെ നിക്ഷേപണ ഭൂരൂപം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബീച്ച് എന്നത് തിരമാലയുടെ ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. ഏത്? ബീച്ച് എന്നത് അല്ലേ? ബീച്ച് ഒരു എന്താണ്? തിരമാല എന്താണ്? മണൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചുണ്ടാക്കിയ ഒരു ഭൂരൂപമാണ് എന്ത്? ബീച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരുപാട് ഭൂരൂപങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ക്ലിഫ് എന്നത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓപ്ഷൻ എ ആണ് എന്ത്? ഉത്തരം. ഇതൊരു ശിലയുടെ പേരോ ഒരു കൊടുമുടിയുടെ പേരൊന്നുമല്ല. ക്ലിഫ് എന്നത് എന്താണ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് എന്നത് ഓർത്തു വെച്ചിരിക്കണം. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപണ സമതലങ്ങളുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ നദീഭൂരൂപങ്ങളുണ്ട്. നദീഭൂരൂപത്തിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഒരു ക്യാനിയൻസ് ഒക്കെ. ക്യാനിയൻസ് എന്തിന് ഉദാഹരണമാണെന്ന് വെച്ചാൽ നദികളിന്റെ ഒരു ഭൂരൂപമാണ്. ഏത്? നദികൾ സൃഷ്ടിക്കുന്ന ഒരു ഭൂരൂപത്തിന് ഉദാഹരണമാണ് ഏത്? ക്യാനിയൻസ് എന്നത് പറയുന്നത് കേട്ടോ അല്ലേ? ക്യാനിയൻസ് എന്നത് എന്താണ്? നദികൾ സൃഷ്ടിക്കുന്ന ഒരു ഭൂരൂപത്തിന് ഉദാഹരണമാണ്. കൂടാതെ മറ്റൊരു ഭൂരൂപം പറയട്ടെ, കൂൺശില. കൂൺശില എന്നത് കാറ്റിന്റെ ഒരു ഭൂരൂപമാണ്. കാറ്റ് മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ് ഇത് കൂൺശില. കാറ്റിന്റെ അപരദന ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? കൂൺശില. പിന്നെ PSC ആവർത്തിച്ചിട്ടുള്ള ഒന്നാണ് സിർക്കുകൾ കേട്ടോ. സിർക്ക് എന്നതൊരു ഹിമാനി ഭൂരൂപമാണ്. എന്താണ്? ഒരു ഹിമാനി ഭൂരൂപമാണ്. സിർക്ക് എന്നതൊരു ഹിമാനി ഭൂരൂപമാണ് കേട്ടോ. അതായത് ചാരു കസേരയുടെ ആകൃതിയിൽ രൂപപ്പെടുന്ന ഒരു ഹിമാനി ഭൂരൂപമാണ് ഇത് സിർക്ക് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. കൂൺശില, സിർക്ക്. ഇപ്പൊ ക്ലിപ്പ് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ കുറച്ചെണ്ണമൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദിച്ചിട്ടുള്ളതാണ്. അവയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ബീച്ച് എന്നത് എന്തിൻ്റെതാണ്? തിരമാലയുടെ ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അപരദന ഭൂരൂപമാണോ അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപമാണോ എന്ന് അറിഞ്ഞിരിക്കണം. സിർക്കൊക്കെ എന്താണ്? അപരദന ഭൂരൂപമാണ്. കൂൺശില അപരദന ഭൂരൂപമാണ്. ദെൻ ക്ലിഫ് ഒരു അപരദന ഭൂരൂപമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയാം. അടുത്തതും ഒരു ഭൂരൂപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ? നോക്കിയേ. അപവഹന ഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന്. ടെറായി ആണ് എന്ത്? കൂട്ടത്തിൽ ചേരാത്തത് അല്ലേ? ടെറായി എന്നത് നദികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ടെറായി. ഇതെന്തല്ല? ഒരു ഭൂരൂപമല്ല കേട്ടോ. ടെറായി എന്തല്ല? ഭൂരൂപമല്ല. അപവഹന ഗർത്തം ഒരു ഭൂരൂപത്തിന് ഉദാഹരണമാണ്. കൂൺശിലകൾ ഒരു ഭൂരൂപത്തിന് ഉദാഹരണമാണ്. മണൽമേടുകളും ഒരു ഭൂരൂപത്തിന് ഉദാഹരണമാണ്. ടെറായി എന്നത് എന്താണ്? നമ്മൾ പറയുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എന്താണ്? നദികളുടെ ഒഴുക്ക് ഇല്ലേ? നദികളുടെ ഒഴുക്ക് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? നദികളുടെ ഒഴുക്ക് ചില സ്ഥലങ്ങളിൽ, ചില ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് പിന്നീട് അവ പ്രത്യക്ഷപ്പെടുന്ന മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറായി എന്ന് പറയുന്നത് അല്ലേ? അവിടെ നല്ല എന്താണ്? സസ്യങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു മേഖലയായിരിക്കും എന്ത്? ടെറായി എന്ന് പറയുന്നത്. നമുക്ക് സ്കൂൾ ടെക്സ്റ്റിലൊക്കെ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഒരു മേഖലയാണ് എന്ത്? ടെറായി എന്നത്. അപ്പൊ ഇതൊരു ഭൂരൂപമല്ല. അത് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. മുംബൈ ആണ് അല്ലേ? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ബോംബെ ആണെന്നാണ് ആദ്യ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളത് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം കേട്ടോ. ശരിയായ പ്രസ്താവന 1,
ഇതും രണ്ടും ശരിയായ പ്രസ്താവനയാണ്. ഇത് തെറ്റാണ് അല്ലെ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പരുത്തിയാണ് അല്ലെ. പരുത്തിയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഇല്ലേ. സുവർണ നാര് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ചണത്തിനെ അറിയപ്പെടുന്നത്. അപ്പൊ ചണം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സുവർണ നാര് എന്നാണ് അറിയപ്പെടുന്നത്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ ആണ് എന്ത്? പരുത്തി ഇല്ലേ. പരുത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? പരുത്തി തുണി വ്യവസായം ഇല്ലേ. നമ്മുടെ പരുത്തി തുണി വ്യവസായം, പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പുരാതന വ്യവസായമാണ് ഏത്? പരുത്തി തുണി വ്യവസായം എന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ പരുത്തി തുണി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഗുജറാത്തിലെ കാൺല തുറമുഖമാണ്. ഏറ്റവും കൂടുതൽ പരുത്തി തുണി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ കാൺല തുറമുഖമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ അത് മുംബൈ തുറമുഖമാണ്. ഒന്ന് പരുത്തിയാണ്, കോട്ടൺ ആണ്, ഒന്ന് എന്താണ്? തുണിയാണ് അല്ലെ, ഡ്രസ്സാണ് അല്ലെ, തുണിയായി മാറിയത്. അപ്പൊ അത് രണ്ടും രണ്ടാണ്. പരുത്തി തുണിയാണെങ്കിൽ എവിടെയാണ്? ഗുജറാത്തിലെ കാൺല തുറമുഖമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖമാണ്. അതുകൊണ്ടാണ് മുംബൈ തുറമുഖത്തെ അല്ലെങ്കിൽ മുംബൈയെ ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ ആണ് അല്ലെങ്കിൽ മുംബൈ ആണ്. ഓർത്ത് വെച്ചിരിക്കണം. ആ ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ. പിന്നെന്താണ്? നമ്മൾ പരുത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ലേ. ഇനി നമുക്ക് ചണനാരിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സുവർണ നാര് എന്നറിയപ്പെടും. എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെയാന്ന് വെച്ചാൽ അത് തമിഴ്നാട്ടിലാണ് കേട്ടോ. മില്ല് ചോദിച്ചാൽ തമിഴ്നാട്. ദെൻ പരുത്തി തുണിയുമായി ബന്ധപ്പെട്ട എന്താണ്? പരുത്തി വ്യവസായം കൂടുതലായിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? മുംബൈ തുറമുഖത്തിൽ നിന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. പരുത്തി തുണി ആകുമ്പോഴത്തേക്ക് കാൺല തുറമുഖത്തേക്ക് പോകുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ പരുത്തി മില്ലുകൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ? തുണി മില്ലുകൾ, പരുത്തി തുണി മില്ലുകൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? തമിഴ്നാട്ടിൽ ആണെന്നും ഓർത്ത് വെച്ചിരിക്കണം. ഇനി എന്താണ്? ചണനാരാണ് അല്ലേ. നമ്മൾ പറഞ്ഞു സുവർണ നാര് എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന്? ചണനാരിനെയാണെന്ന് പറഞ്ഞു. സുവർണ നാര് എന്നറിയപ്പെടുന്ന ചണനാര് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? ചണ മില്ല് വരുന്നത് എവിടെയാണ്? റിഷ്റയിലാണ് അല്ലെ. റിഷ്റ വെസ്റ്റ് ബംഗാളിലെ റിഷ്റയിലാണ്. 1855 ആദ്യത്തെ എന്ത് വരുന്നത്? നമ്മുടെ ഒരു ചണ മില്ല് വരുന്നത്. റിഷ്റ വെസ്റ്റ് ബംഗാൾ ആണ്. ഓർത്തു വെച്ചിരിക്കണം അല്ലേ. ഏറ്റവും കൂടുതൽ എന്താണ് ഈ ചണ മില്ലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും വെസ്റ്റ് ബംഗാൾ ആണ്. ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത തുറമുഖമാണ്. വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. അപ്പൊ ചണ മില്ലുകൾ കൂടുതലായാലും ചണം ഉൽപാദനം കൂടുതലായാലും വെസ്റ്റ് ബംഗാൾ ആണ്. അതേപോലെ തന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖം വഴിയാണെന്ന് വെച്ചാൽ കൊൽക്കത്ത തുറമുഖം വഴിയാണെന്നും ഓർത്തു വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ചണ വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലെ ചണ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ് അല്ലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ഇന്ത്യ ആണ് കേട്ടോ. സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. സുവർണ നാരാണ് ചണം. മറ്റെന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? പരുത്തിയാണ്, കോട്ടൺ. നെക്സ്റ്റ് വൺ, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണെന്നാണ് ചോദ്യം. നവംബർ 12, സെപ്റ്റംബർ 16, ഒക്ടോബർ 16, നവംബർ 16 എന്നീ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ് അല്ലേ. സെപ്റ്റംബർ 16 ആണ് എന്ത്? ലോക ഓസോൺ ദിനം. ഓസോൺ പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? അന്തരീക്ഷ മണ്ഡലങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അന്തരീക്ഷ മണ്ഡലങ്ങൾ ഇല്ലേ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണുള്ളത്. ആദ്യത്തേതാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. അപ്പൊ ആദ്യത്തെ അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തെയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ ഇല്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. മൂന്നാമത്തെയാണ് മീസോസ്ഫിയർ ഇല്ലേ. നാലാമത്തെയാണ് ഏത്? തെർമോസ്ഫിയർ. അഞ്ചാമത്തെ എക്സോസ്ഫിയർ. അങ്ങനെ
5 അന്തരീക്ഷ മണ്ഡലങ്ങളുണ്ട് അല്ലേ? ആ 5 അന്തരീക്ഷ മണ്ഡലം നമ്മുടെ ജീവനുള്ള അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ഈ ഒരു മണ്ഡലത്തെ നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം അല്ലെ. ഏറ്റവും താഴത്തെ മണ്ഡലമാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ജീവനുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. നമുക്ക് നമ്മൾ നിലനിൽക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്തയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത് അല്ലേ. നമ്മുടെ ഓസോൺ പാളി, ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓർത്തു വെച്ചിരിക്കണം. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ ലെയർ കാണപ്പെടുന്നത്. മറക്കരുത് അല്ലെ. ജെറ്റ് വിമാനങ്ങൾ പോകുന്നതും ഇതിലെയാണ്. ജെറ്റ് വിമാനങ്ങൾ പോകുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ മറ്റേതാണ്, അടുത്തയാണ് ഏത്? മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഒക്കെ. ഇതൊക്കെ നമുക്ക് എന്താണ് പഠിക്കാം. ആദ്യം നമ്മൾ ഇവിടെ ഓസോണുമായി റിലേറ്റ് ചെയ്ത കാര്യം പറയുമ്പോൾ ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഏത്? CFC അല്ലേ. CFC എന്ന വാതകം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇല്ലേ. ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC ആണ് എന്ത് ചെയ്യുന്നത്? ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാന്ന് വെച്ചാൽ ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന വാതകങ്ങളുടെ ഉപയോഗവും അല്ലെങ്കിൽ അവയുടെ ഉപഭോഗം ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നൊരു ഉടമ്പടിയാണ് ഇത് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഏതാണ് ഉടമ്പടിയുടെ പേരെന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ മോൺട്രിയൽ പ്രോട്ടോകോൾ. ഒപ്പുവെച്ചത് എന്നാണ്? 1987 ഒപ്പുവെച്ചത് അല്ലെ. 1987 സെപ്റ്റംബർ 16. നിലവിൽ വരുന്നത് 1989 അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഈ സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഓസോൺ എന്നാൽ O3 ആണ് അല്ലേ. O3 ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇതിനകത്ത് നമ്മൾ കുറച്ച് എന്താണ് അന്തരീക്ഷ മണ്ഡലങ്ങൾ പറഞ്ഞു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ അല്ലേ. അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അത് തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അല്ലേ. അത് ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? ഇതുമായി ബന്ധപ്പെട്ട അതായത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം കുറയ്ക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ 87 സെപ്റ്റംബർ 16 നിലവിൽ വരുന്നത് 89 അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരെണ്ണം കൂടി ഉണ്ട്, കിഗലി എഗ്രിമെന്റ് കേട്ടോ. കിഗലി എഗ്രിമെന്റ് ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. കിഗലി എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിയായതാണ് ചോദ്യം. ഇന്ത്യയിലെ ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. നോക്കിയേ, ദേശീയ പാതകൾ അതായത് എന്താണ്? നാഷണൽ ഹൈവേസ്. പിന്നെ സംസ്ഥാന ഹൈവേകൾ ഇല്ലേ, സ്റ്റേറ്റ് ഹൈവേകൾ. ഇവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനാണെന്നാണ് ആദ്യം പറഞ്ഞത്. ഇനി എന്താണ് നോക്കിയേ, ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞത്? ഗ്രാമീണ റോഡുകളുടെ കൂടുതലുമാണ് ഉള്ളത്. അതിന് 80% ആകെ റോഡിന്റെ 80% ഗ്രാമീണ റോഡുകളാണെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതമാണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ എന്താണ്? ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. എന്നീ 4 സ്റ്റേറ്റ്മെന്റിൽ ശരിയായതാണ് ചോദിച്ചത് അല്ലേ. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായതാണോ ശരിയല്ലാത്തതാണോ തെറ്റായതാണോ അങ്ങനെ ഏതാണോ തന്നിരിക്കുന്നതെന്ന് ആദ്യം തന്നെ നോട്ട് ചെയ്ത് ഉറപ്പിക്കണം കേട്ടോ. എന്നിട്ടേ എന്ത് ചെയ്യാവുള്ളൂ? ആൻസർ ചെയ്താവുള്ളൂ. നോക്കിയേ, ഇവിടെ ശരിയായത് ഇന്ത്യയിലെ ദേശീയ പാതകളുടെയും സംസ്ഥാന ഹൈവേകളുടെയും നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. തെറ്റാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമില്ലേ, ദേശീയ പാതകളുടെ ഒന്നും നിർമ്മാണ ചുമതല ആരുടെ കയ്യിലല്ല? സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ കയ്യിലല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, നമുക്ക് നമ്മുടെ നാടെടുത്താൽ തന്നെ അറിയാമില്ലേ, കൂടുതലും എന്താണ്? ഗ്രാമീണ റോഡുകളാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതമാണെന്നാണ്. തെറ്റാണ്. കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ് അല്ലേ. ജലഗതാഗതം.
നെക്സ്റ്റ് വൺ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് എന്നതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉമാണ് അല്ലെ. 2ഉം 4ഉം ഓപ്ഷൻ എ ആണ് എന്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നത് ഓർത്തു വെച്ചിരിക്കണം അല്ലെ. നമുക്ക് നാഷണൽ ഹൈവേകൾ പറയുമ്പോൾ നാഷണൽ ഹൈവേ NH1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെ ആരെയൊക്കെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഡൽഹിയെ അമൃത്സർ അല്ലേ, അമൃത്സർ അല്ലെങ്കിൽ അട്ടാരി എന്ന് പറയാം അല്ലെ. അമൃത്സർ നഗരം നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചാബിലെ അമൃത്സർ നഗരം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ അട്ടാരി എന്ന് പറയും. അട്ടാരി എന്ന് പറയുന്ന സ്ഥലത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് NH1 നാഷണൽ ഹൈവേ 1. ഇനി നാഷണൽ ഹൈവേ 2 കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. NH2 NH2 ഡൽഹിയെ കൊൽക്കത്തയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അല്ലെ. ഡൽഹിയെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇത് NH2. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ NH1 ഡൽഹി അമൃത്സർ, NH2 അല്ലെ ഡൽഹിയിൽ നിന്നും മുകളിൽ അമൃത്സറിലേക്ക് പോകുന്നു, NH2 ഈ കൊൽക്കത്തയിലേക്ക് പോകുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഇതൊരു ഖാരിഫ് വിളയാണ്, നെല്ലൊരു ഖാരിഫ് വിളയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. നാലാമത്തെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇത് 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ നെല്ലുമായി ബന്ധപ്പെട്ടാണ്, നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ്, കാർഷിക മേഖലയാണ് പറയുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ഇല്ലേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപഭോഗം ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും മുഖ്യ വിളകളിലെ ഒന്നാണ് ഏത്? നെല്ല് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള എന്നൊക്കെ നമുക്ക് എന്തിനെ പറയാം? നമ്മുടെ നെല്ലിനെ പറയാം ഇല്ലേ. നെല്ല് എന്താണ് ശാസ്ത്രീയ നാമം? ഒറൈസ സറ്റൈവ. ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സറ്റൈവ എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം? നമ്മുടെ നെല്ലിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ഇന്ത്യയുടെ മുഖ്യ വിളകളിൽ ഒന്നായ നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഇതൊരു ഖാരിഫ് വിളയാണ് ഇല്ലേ. നമുക്ക് എന്താണ് അതിന്റെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിളകളെ തരംതിരിക്കാൻ പറ്റും. അങ്ങനെ തരംതിരിക്കുന്നതാണ് ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 തരത്തിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല്. ശരിയാണ് അല്ലേ. നെല്ലൊരു ഖാരിഫ് വിളയാണ്. റാബി വിള പറയുമ്പോൾ നമുക്ക് ഗോതമ്പിനെ പറയാം. ഗോതമ്പ് ഇല്ലേ. ഗോതമ്പ്, കടുകൊക്കെ പറയാം ഇല്ലേ. കടുക് ഇതൊക്കെ എന്താണ്? റാബി വിളകൾക്ക് ഉദാഹരണമാണ്. ഞാൻ നോർമലി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. സെയ്ദ് പറയുമ്പോൾ നമുക്ക് പഴം, പച്ചക്കറികൾ പറയാം. പഴം, പച്ചക്കറി ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? സെയ്ദ് വിളകൾക്കകത്ത് വരുന്നതാണ്. അപ്പൊ ഖാരിഫ് വിള, റാബി വിള ഓരോരോ എക്സാമ്പിൾസ് വെച്ചേ പറയുന്നുള്ളൂ കേട്ടോ. നെല്ല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, റാബിക്കകത്ത് ഗോതമ്പ് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതിനകത്തൊക്കെ നിലക്കടല, അങ്ങനെ ഓരോന്നിനെ നമുക്ക് തരംതിരിച്ച് പറയാം കേട്ടോ. ഖാരിഫ് വിളക്കകത്ത് നെല്ല്, റാബി ഗോതമ്പ്, സെയ്ദ് പഴം, പച്ചക്കറി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായ പ്രസ്താവനയാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത എന്താണ്? ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിലാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. നെൽകൃഷിക്ക് ആവശ്യമായ താപനില എപ്പോഴും 24 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരിക്കും. അത് ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്? നെൽകൃഷിക്ക് ആവശ്യമായ താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരിക്കും. അതേപോലെ തന്നെ 150 സെന്റിമീറ്റർ മഴയായിരിക്കണം മിനിമം വേണ്ടുന്നത്. ഇപ്പൊ ധാരാളം മഴ അല്ലേ. 150 സെന്റിമീറ്ററിലധികം മഴ, 24 ഡിഗ്രി സെൽഷ്യസിലധികം താപനില. അപ്പൊ മഴയും വെയിലും എല്ലാം തോനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? നെൽകൃഷിക്ക് അനുയോജ്യമായിട്ട് വരികയുള്ളൂ. ഓർത്തു വെച്ചിരിക്കണം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ നമുക്ക് പറയാം എക്കൽ മണ്ണാണ് അല്ലേ. എക്കൽ മണ്ണ്, നമ്മുടെ അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്നത്. അപ്പൊ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് ഒറൈസ സറ്റൈവ എന്നതാണ് അതിന്റെ
ശാസ്ത്രീയ നാമം. ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. 150 സെന്റിമീറ്ററിലധികം മഴ വേണം. ഇത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ എക്കൽ മണ്ണാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ ശരിയാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. വാക്കെന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈവിധ്യമാർന്ന സവിശേഷതകൾ സമ്പന്നമായ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി അല്ലെങ്കിൽ അതിന് യോജിച്ച സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ഏതാണെന്ന് പറയുന്നു? ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന് പറയുന്നു. ധാതുക്കളുടെ കലവറയാണ് ഇതെന്നും പറയപ്പെടുന്നു. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഉഷ്ണമേഖല എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത് നമുക്കറിയാം, നമ്മുടെ ദക്ഷിണേന്ത്യൻ നദികളായിട്ടുള്ള മഹാനദി, ഗോദാവരി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതാണ് എന്ത്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാരാളം മിനറൽസ് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പ്ലാറ്റു കാണപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ, ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നതോ? പൂനെയാണ് അല്ലെ. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പൂനെയാണ് അല്ലെ. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് വെച്ചാൽ ഏതിനെയാണ്? പൂനെയാണ്. ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ് അല്ലെ. ഏതാണ്? ഉത്തര മഹാസമതലം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള്? ഇന്ത്യയുടെ ഭൂസവിശേഷതകളെ ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട് അല്ലെ. അതിനകത്ത് ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മഹാനദി, ഗോദാവരി എന്നീ നദികൾ അവിടെയാണ് ഉത്ഭവിക്കുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇവിടെ ഉൾപ്പെടുന്നുണ്ട് എന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ് അല്ലെ. ഉത്തര പർവ്വത മേഖലയ്ക്ക് താഴെയായിട്ടുള്ള ഉത്തര മഹാസമതലമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ധാരാളം എക്കൽ മണ്ണൊക്കെ കാണപ്പെടുന്ന, എക്കൽ വിശറുകൾ കാണപ്പെടുന്ന ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ഏതാണ്? 1, 2, 3. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്ത്? ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൽക്കരി കൊടുത്തിട്ടുണ്ട്, ബസാൾട്ട് കൊടുത്തിട്ടുണ്ട്, ഗാബ്രോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രാനൈറ്റ് നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ആഗ്നേയ ശിലകളിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ശിലകൾ, ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ എന്നിങ്ങനെ ശിലകളെ നമുക്ക് 3ആയി തരംതിരിക്കാമെന്നൊക്കെ പറഞ്ഞു അല്ലെ. അവിടെ നമ്മൾ ഈ ഗ്രാനൈറ്റ് ഒക്കെ പറഞ്ഞതാണ് അല്ലെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് അല്ലെ. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. ബസാൾട്ടും നമ്മൾ അവിടെ പറഞ്ഞു, ബസാൾട്ടും ഒരു ആഗ്നേയ ശിലയാണ്. ഗാബ്രോയും എന്താണ്? ഒരു ആഗ്നേയ ശിലയാണ്. ഓർത്തു വെച്ചിരിക്കണം. നമുക്ക് എന്തറിയാം? കൽക്കരി ഒരു അവസാദ ശിലയാണ് കേട്ടോ. കൽക്കരി ഒരു അവസാദ ശിലയാണ്. ഓർത്തു വെച്ചിരിക്കണം. സെഡിമെന്ററി റോക്കിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇത് കൽക്കരി. പിന്നെ നമ്മുടെ പെട്രോളിയം എന്താണ്? കൽക്കരിയും പെട്രോളിയം പ്രോഡക്റ്റിനകത്ത് വരുന്നില്ലേ. പെട്രോളിയം ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ ചുണ്ണാമ്പ് കല്ല് കേട്ടോ. ചുണ്ണാമ്പ് കല്ല് എന്തിന് ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ നമുക്ക് പറയുന്നതാണ് ജിപ്സം.
കേട്ടോ. ജിപ്സം അത് എന്തിന് ഉദാഹരണമാണ്? ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ജിപ്സം ഒരു അവസാദ ശിലയാണ്. ചുണ്ണാമ്പ് കല്ല്, കൽക്കരിയൊക്കെ എന്താണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഓർത്തു വെച്ചിരിക്കണം. അവസാദ ശിലകൾ എന്താണ്? വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു തരം ശിലകളാണ് ഇത് അവസാദ ശിലകൾ ഇല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാന്ന് പറയാം? അവസാദ ശിലകളാണെന്ന് പറയാം. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധമുള്ളത് ഏത്? അപ്പൊ വന്ദേ ഭാരത് ഗതാഗത മേഖലയാണ് അല്ലേ. നോക്കാം. വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ഇത് ട്രെയിൻ 18 എന്നറിയപ്പെട്ടു എന്നാണ് ഇവർ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ നോക്കിയേ, ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലാണെന്ന് പറഞ്ഞു. നാലാമത്തെ, ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബന്ധമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ട്രെയിൻ 18 എന്നായിരുന്നു അറിയപ്പെടുന്നത് അല്ലേ. വന്ദേ ഭാരത് എന്ന പേര് നൽകുന്നതിന് മുൻപ് ഈ എക്സ്പ്രസിനെ നമ്മൾ ട്രെയിൻ 18 എന്നാണ് വിളിച്ചത്. ശരിയാണ്. 2019 ഫെബ്രുവരി 15 ഇത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ യാത്ര വാരണാസിക്കും ഡൽഹിക്കും ഇടയിലാണ്. സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തുന്നത്. അല്ല, തെറ്റാണ് കേട്ടോ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലല്ല, IRFCയുടേതാണ് കേട്ടോ. IRTC അല്ല, IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേട്ടോ. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ IRFCയുടെ നിയന്ത്രണത്തിലാണ് എന്ത് സർവീസ് നടത്തുന്നത്? നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് കേട്ടോ. ഇവരുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ ലീസിന് എടുത്തിട്ടാണ് കേട്ടോ. IRFCയുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ ലീസിന് എടുത്തിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നത്. അപ്പൊ ഇത് പരിപൂർണ നിയന്ത്രണം ആരുടെ കയ്യിലല്ല? ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിലല്ല. ആരുടെ കയ്യിലാണ്? IRFCയുടെ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കയ്യിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ആദ്യ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. 1, 2, 3 കേട്ടോ. 1, 2, 3 ശരിയാണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് കാണുമ്പോൾ എന്താണ് ശരിയാണെന്നൊക്കെ തോന്നൂല്ലേ. നോക്കി അടുത്തത്, മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മംഗളവനം പക്ഷി സങ്കേതം നമ്മുടെ കേരളത്തിലെ ഒരു കുഞ്ഞു പക്ഷി സങ്കേതമാണ് ഇത്. മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണത്? എറണാകുളം ജില്ലയിലാണ് അല്ലേ. എറണാകുളം ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരു കുഞ്ഞു പക്ഷി സങ്കേതമാണ് അല്ലേ. എറണാകുളത്തിന്റെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനെയാണ്? എറണാകുളത്തിന്റെ അല്ല, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ് അല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ജില്ല എറണാകുളമാണ്. ഇനി മറ്റു ചില പക്ഷി സങ്കേതങ്ങൾ നോക്കാം നമുക്ക്. തട്ടേക്കാട് പക്ഷി സങ്കേതം കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ല തന്നെയാണ് അല്ലേ. എറണാകുളം ജില്ലയിൽ തന്നെ. പിന്നെ എന്താണ്? കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് നമ്മൾ പറയുന്നത്. കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം നമുക്കറിയാം കോട്ടയം ജില്ലയിലാണ് അല്ലേ. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. കോട്ടയം ജില്ലയിലാണ് എന്ത്? കുമരകം പക്ഷി സങ്കേതം. പിന്നെ ഒരു പക്ഷി സങ്കേതം പറഞ്ഞാൽ നമുക്ക് കടലുണ്ടി പക്ഷി സങ്കേതം പറയാം അല്ലേ. ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതം. നമ്മുടെ ദേശാടന പക്ഷികളൊക്കെ എത്തുന്ന ഒന്നാണ് കുമരകവും കടലുണ്ടിയൊക്കെ കേട്ടോ. കടലുണ്ടി പക്ഷി സങ്കേതം അതെവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലേ. മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ കുറച്ച് പക്ഷി സങ്കേതം. പക്ഷിപാതാളം, അങ്ങനെ ഒരു പക്ഷി സങ്കേതം ഉണ്ട് കേരളത്തിൽ അല്ലേ. എന്താണ്? പക്ഷിപാതാളം. അതെവിടെയാണ്? വയനാട് ജില്ലയിലാണ് അല്ലേ. വയനാട് ജില്ലയിലാണ് എന്ത്? പക്ഷിപാതാളം. അപ്പൊ അതൊക്കെ ഓർത്തു വെച്ചിരിക്കണേ. തട്ടേക്കാട് എറണാകുളം, കുമരകം കോട്ടയം, കടലുണ്ടി മലപ്പുറം, പക്ഷിപാതാളം വയനാട്, മംഗളവനം എറണാകുളം. ഇതൊക്കെയാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഉത്തരം എറണാകുളം, ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ.
ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം നിങ്ങളൊന്ന് നോക്കി, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് എന്ത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇല്ലേ. നമ്മൾ അക്ഷാംശ രേഖാംശമൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. അക്ഷാംശ രേഖാംശങ്ങളിനകത്തൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ അക്ഷാംശ സ്ഥാനം പറയുമ്പോൾ 8 ഡിഗ്രി നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ്. ഇത് നമ്മുടെ രേഖാംശം നമ്മൾ പറയണം അല്ലേ. രേഖാംശ സ്ഥാനം പറയുമ്പം 68 ഡിഗ്രി 7 മിനിറ്റിനും 25 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് കേട്ടോ, കിഴക്കിനും ഇടയിലാണ് എന്ത് രേഖാംശമാണ് കേട്ടോ. പൂർവ്വരേഖാംശത്തിനും ഇടയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അക്ഷാംശം പറഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലും, രേഖാംശം പറഞ്ഞാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കിനും 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ആകെ വിസ്തീർണം എത്രയാണ്, 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ആകെ വിസ്തീർണം വരുന്നത് അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ചിലയിടത്തൊക്കെ മാറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്, ആകെ നമ്മുടെ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് അല്ലേ. വടക്ക് കിഴക്ക് നീളം അല്ല, വടക്ക് തെക്ക് നീളമാണെങ്കിലോ, വടക്ക് തെക്ക് നീളം, ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 32,14 കിലോമീറ്റർ കേട്ടോ. 3,214 കിലോമീറ്റർ, 32,14. ഇനി നമ്മുടെ കിഴക്ക് പടിഞ്ഞാറാണെങ്കിലോ, കിഴക്ക് പടിഞ്ഞാറ് നീളമാണെങ്കിലോ, കിഴക്ക് പടിഞ്ഞാറ് 29,33 കിലോമീറ്റർ ആണ്. അതും കൂടി ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പറയുമ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് നോക്കണം. രേഖാംശ സ്ഥാനം പറയുമ്പോൾ 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 അല്ലെങ്കിൽ 2.5 മിനിറ്റിനും 25 മിനിറ്റ് കിഴക്ക് രേഖാംശത്തിന് ഇടയിലാണ് ആര്, ഇന്ത്യ എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ആകെ വിസ്തീർണം 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ്. വടക്ക് തെക്ക് നീളമാണെങ്കിൽ വടക്ക് തെക്ക് നീളം ഇല്ലേ, വടക്ക് മുതൽ തെക്ക് വരെയുള്ള നീളം പറഞ്ഞാൽ 32,14 ആണ്. കിഴക്ക് പടിഞ്ഞാറ് നീളം പറഞ്ഞാൽ 29,33 കിലോമീറ്റർ ആണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്ത എന്താണ്, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരി പാതയാണെന്നാണ് ചോദ്യം കേട്ടോ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ 6 വരി പാതയാണ്, ഓർത്ത് വെച്ചിരിക്കണം. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്, നമുക്കറിയാം ഏതാണെന്ന്, തോറിയമാണ് അല്ലെ. യുറേനിയം അല്ല, കൽക്കരി അല്ല, പ്ലൂട്ടോണിയം അല്ല, തോറിയമാണ് അല്ലെ, തോറിയം. മോണോസൈറ്റ് എന്ന അയിരിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ് ആണ്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് ഏത്, തോറിയം. മറ്റൊന്നും കൂടി ഉണ്ടല്ലോ, അതേതാണ്, ഇൽമനൈറ്റ് ആണ് അല്ലെ. ഇൽമനൈറ്റിൽ നിന്ന് നമ്മൾ ടൈറ്റാനിയം. അപ്പൊ എന്താണ്, നമ്മുടെ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയാണ് എന്ത്, നമ്മുടെ തീരദേശത്ത് കാണപ്പെടുന്ന ധാതുക്കളെന്ന് നമ്മൾ പഠിക്കാറുണ്ട് ഇല്ലേ. അപ്പം എന്താണ്, ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മോണോസൈറ്റിൽ നിന്നും തോറിയമാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇൽമനൈറ്റിൽ നിന്നും ടൈറ്റാനിയമാണ് കേട്ടോ. കേരളത്തിലെ തീരദേശ മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം, തോറിയം എഴുതണം. തോറിയത്തിന്റെ അയിര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, മോണോസൈറ്റ് ആണെന്നും ഓർത്ത് വെച്ചിരിക്കണം.
ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ എ ഭിലായി കൊടുത്തിട്ടുണ്ട്, ബൊക്കാറോ കൊടുത്തിട്ടുണ്ട്, ടാറ്റ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദക്ഷിണേന്ത്യയിലെ വിശ്വേശ്വരയ്യ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല, ഓർത്തു വെച്ചിരിക്കണം. ദക്ഷിണേന്ത്യയിലെ ആണേ ചോദിച്ചത്. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലകളിലെ. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകളായിട്ടുള്ള ഇതൊക്കെ പറയണം ഇല്ലേ. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് അല്ലേ. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ബൊക്കാറോ ഛത്തീസ്ഗഡ് ആരുടെ സഹായത്തോടു കൂടിയാണ് ഭിലായി ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് അല്ലേ. ഭിലായി റഷ്യയുടെ സഹായത്തോടു കൂടി നിലവിൽ വന്ന ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് ഇത്. ഭിലായി എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. നെക്സ്റ്റ് വൺ ബൊക്കാറോ. ബൊക്കാറോ എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലേ. ബൊക്കാറോ എവിടെയാണ്? ഒഡീഷയിലാണ്. ബൊക്കാറോയും ആരുടെ സഹായത്തോടു കൂടി തന്നെയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടി ഒഡീഷയിൽ വന്നതാണ് ഏത്? ബൊക്കാറോ, ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്കറിയാവുന്ന 2-3 ഉണ്ടല്ലോ. റൂർക്കേല ഏതാണത്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ആരുടെ സഹായത്തോടു കൂടി എവിടെ വന്നു? റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ തന്നെയാണ്. സഹായം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയുടെ സഹായമാണ് കേട്ടോ. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല വരുന്നത്. ഒഡീഷയാണ്. നെക്സ്റ്റ് വൺ നമുക്കറിയാവുന്നതാണ് ദുർഗാപൂർ. ഏതാണ്? ദുർഗാപൂർ എവിടെയാ വന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. എന്ത് വരുന്നത്? ദുർഗാപൂർ. ബ്രിട്ടന്റെ സഹായം ഇല്ലേ. ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നിലവിൽ വന്ന ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ദുർഗാപൂർ. ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ടുന്ന ഇരുമ്പുരുക്ക് ശാലകൾ, ഓർത്ത് വെച്ചിരിക്കണം. ടാറ്റ ടിസ്കോ നമുക്കറിയാം ഇല്ലേ. 1907 വന്നെയാണ് ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ. ജംഷഡ്പൂർ. കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഓർത്ത് വെച്ചിരിക്കണം. ഭിലായി ഛത്തീസ്ഗഡ് റഷ്യ, ബൊക്കാറോ ഒഡീഷ റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബ്രിട്ടൻ എന്നിവയൊക്കെയാണ് എന്ത്? ഇരുമ്പുരുക്ക് ശാലകൾ കേട്ടോ. നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഏതാണെന്ന് വെച്ചാൽ അത് മൂലമറ്റമാണ് അല്ലെ. നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒക്കെ പവർ സ്റ്റേഷൻ എവിടെയാന്ന് വെച്ചാൽ എവിടെയാണത്? മൂലമറ്റത്താണെന്ന് നമുക്കറിയാം അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മൂലമറ്റമാണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണം, മൂലമറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണെന്നാണ്. ചലം കൊടുത്തിട്ടുണ്ട്, യമുന കൊടുത്തിട്ടുണ്ട്, ടീസ്റ്റ കൊടുത്തിട്ടുണ്ട്, ലൂണി കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മപുത്രയുടെ പോഷക നദി ടീസ്റ്റയാണെന്ന്. ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഭാഗമാണ് ഇതിലെ. ഹിമാലയൻ നദികൾ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ നമുക്കറിയാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദി നമുക്കറിയാം 2880 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിന്ധു നദി 709 കിലോമീറ്റർ മാത്രമാണ് എവിടെ കൂടെ ഒഴുകുന്നത്? ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സിന്ധുവിന്റെ പോഷക നദികൾ നമുക്കറിയാവുന്നതാണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് അല്ലേ. ഇതൊക്കെയാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് അല്ലേ. ഇപ്പൊ എന്താണ് പ്രാധാന്യമുള്ള എന്നാണ് എന്ത്? സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സിന്ധു നദിയുടെ ദൈർഘ്യം 2880 കിലോമീറ്റർ ആണ്. 709 കിലോമീറ്റർ മാത്രമേ സിന്ധു എവിടെ കൂടി ഒഴുകുന്നുള്ളൂ? ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന 5 നദികൾ കേട്ടോ. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതിനകത്ത് ചലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചലം അപ്പൊ എന്തിൻ്റെതാണ്? മിസ്റ്റേക്ക് ആയതാണ് കേട്ടോ. ചലം നദി കേട്ടോ. ചലം ഏതിൻ്റെതാണ്? സിന്ധുവിന്റെ പോഷക നദിയാണ്. നെക്സ്റ്റ് ഏതാണ് നദി? ഗംഗയാണ് അല്ലേ. ഗംഗയാണ്. സിന്ധു കഴിഞ്ഞ് രണ്ടാമത്തെ ഹിമാലയൻ നദിയായിട്ട് നമ്മൾ പഠിക്കുന്ന ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഗംഗാ നദിയാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. 2500 കിലോമീറ്റർ
കേട്ടോ. 2500 കിലോമീറ്റർ, 2250 എന്നൊക്കെ പറയുന്നുണ്ട്. 2500 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഗംഗാ നദിയുടെ ദൈർഘ്യം കേട്ടോ. ഗംഗാ നദിയുടെ ദൈർഘ്യം എത്തി കഴിഞ്ഞാൽ എത്രയാണ്, 2500 കിലോമീറ്റർ ആണ് ഇത് ഗംഗാ നദി. ഗംഗയുടെ പോഷക നദിയാണ് ഏത്, യമുന, കോസി, ഗാഖ്ര, ടോൺസ്. ഇതൊക്കെ എന്തിന്റെ പോഷക നദിയാണ്, നമ്മുടെ ഗംഗയുടെ പോഷക നദിയാണ്. 2500 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ ഗംഗയുടെ പോഷക നദിയാണ് യമുന നദി, കോസി നദി, കാഗ്ര, ടോൺസ് ഒക്കെ യമുനയുടെ പോഷക നദിയാണ്. മറ്റൊരു ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര അല്ലെ. 2900 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട് ആർക്ക്, നമ്മുടെ ബ്രഹ്മപുത്ര നദി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹിമാലയൻ നദിയൊക്കെ ആരാണെന്ന് വെച്ചാൽ ആരാണ്, ഈ ബ്രഹ്മപുത്ര നദിയാണ് അല്ലേ. കുറച്ച് ദൂരം ഇന്ത്യയിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. 916 കിലോമീറ്റർ, 916 എന്ന് ഓർത്താൽ മതി. ബ്രഹ്മപുത്ര നമ്മുടെ 916 ആണ് കേട്ടോ. 916 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അല്ലേ. അതിലെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഇത് ടീസ്റ്റ നദി കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ, നമ്മുടെ ഹിമാലയൻ നദികളിൽ നമ്മൾ പഠിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു ആണെങ്കിൽ 2880 കിലോമീറ്റർ, 709 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ചലം, ചിനാവ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവിന്റെ പോഷക നദികളാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഗംഗ 2500 കിലോമീറ്റർ ഒഴുകുന്നു. പോഷക നദികളാണ് യമുന, കോസി, ഗാഗ്ര, ടോൺസ് എന്നിവയൊക്കെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന. ഹൂബ്ലി നദിയൊക്കെ നമുക്ക് പറയാം അല്ലേ, പോഷക നദികൾ. നെക്സ്റ്റ് വൺ ബ്രഹ്മപുത്ര 2900 കിലോമീറ്റർ, 916 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഇത് ടീസ്റ്റ നദി കേട്ടോ. ടീസ്റ്റ നദി, ഇതാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയ ടീസ്റ്റ നദി. നെക്സ്റ്റ് വൺ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം ഇല്ലേ. ഇന്ത്യൻ ഭൂവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കണം. ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളെ നമ്മൾ 5 ആയിട്ട് തരംതിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം അല്ലെങ്കിൽ തീരദേശ സമതലം, ദ്വീപുകൾ. അങ്ങനെ നമുക്ക് 5 ആയിട്ട് ഇവയെ തരംതിരിക്കാം. അതിനകത്ത് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയാണ് എങ്ങനെ അറിയപ്പെടുന്നത്, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഭൂവിഭാഗത്തെ 5 ആയി തരംതിരിച്ചു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശ സമതലങ്ങൾ, ദ്വീപുകൾ കേട്ടോ. ദ്വീപ സമൂഹങ്ങളെന്നോ ദ്വീപുകളെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിനകത്ത് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്. മറന്നു പോകരുത് കേട്ടോ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? ഒന്നും ആലോചിക്കേണ്ട, തോട്ടപ്പള്ളി സ്പിൽവേ അല്ലേ. തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ബണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തണ്ണീർമുക്കം ബണ്ടെന്നൊന്നും എഴുതണ്ട, തോട്ടപ്പള്ളി സ്പിൽവേ ആണ് കേട്ടോ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയണയാണ് ഇത്, തോട്ടപ്പള്ളി സ്പിൽവേ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്. നമ്മുടെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഇതെല്ലാം ഇടുക്കിയിലാണ് അല്ലേ. ഇടുക്കി, സൈലന്റ് വാലി പാലക്കാട്, ഇരവികുളം ഇടുക്കി.
അപ്പൊ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ്. ഏതാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ചെറുത്. PSCയുടെ ഉത്തരപ്രകാരം ഏറ്റവും വലുത് ഇരവികുളമാണ്. എന്നാൽ എന്താണ് വിസ്തീർണത്തിന് അടിസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലുത് സൈലന്റ് വാലിയാണ് കേട്ടോ. PSC എപ്പോഴും ആൻസർ കൊടുക്കുന്നത് ഇരവികുളമാണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്നാണ്. ഓർത്തു വെച്ചിരിക്കണം. ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ അത് പാമ്പാടും ചോലയാണ്. കൊങ്കൺ റെയിൽവേയെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇല്ലേ? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ചോദ്യം. നോക്കേ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന മുംബൈ മുതൽ മംഗലാപുരം വരെയാണോ, പാട്കൽ ഉടുപ്പിയാണോ, റോഹ മംഗലാപുരമാണോ, മുംബൈ ഉടുപ്പിയാണോ? നോക്കിയേ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മംഗലാപുരം വരെയാണ് ഇല്ലേ? റോഹ മുതൽ മംഗലാപുരം വരെയാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ, കർണാടക മംഗലാപുരം വരെയാണ് എന്ത് ബന്ധിപ്പിക്കുന്നത്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് അല്ലേ? 760 കിലോമീറ്റർ. എത്രയാണ്? 760 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊങ്കൺ റെയിൽവേ നമുക്കറിയാം എത്ര കിലോമീറ്റർ ആണ്? 760 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം എന്നത്. എവിടെ മുതൽ എവിടെ വരെയാണ്? റോഹ മുതൽ മംഗലാപുരം വരെയാണ്. കൊങ്കൺ റെയിൽവേ നിലവിൽ വരുന്നത് 1990 ജൂലൈ 19-നാണ്. ആസ്ഥാനം ബേലാപൂർ ഭവൻ. ബേലാപൂർ ഭവനാണ് എന്തിന്റെ ആസ്ഥാനം? കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. 1990 ജൂലൈ 19-നാണ് എന്ത് വരുന്നത്? കൊങ്കൺ റെയിൽവേ വരുന്നത്. ഓർത്ത് വെച്ചിരിക്കണം. 760 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ ചുരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണത് ചോദിച്ചിട്ടുണ്ട്. കർബുഡെ ചുരമാണ് അല്ലേ? കർബുഡെ ചുരം. കർബുഡെ ചുരമാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ ചുരം എന്നത്. ഏതാണ്? കർബുഡെ ചുരമാണ്. മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണെന്നാണ്. കേരളത്തിലെ നദികളാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? കേരളത്തിലെ നദികളാണ് ഓപ്ഷനിൽ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? പാമ്പാറാണ് എന്ത്? കിഴക്കോട്ടൊഴുകുന്ന നദി എന്നത് അല്ലേ? കിഴക്കോട്ടൊഴുകുന്ന നദികൾ നമുക്കറിയാം. മൊത്തം എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 44 നദികളാണുള്ളത്. ഇതിൽ 3 എണ്ണം എവിടേക്ക് ഒഴുകുന്നതാണ്? കിഴക്കോട്ടൊഴുകുന്നതാണ് അല്ലേ? ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലോ അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് ചേരുന്ന തടാകങ്ങളിലോ ഒക്കെയാണ് ചേരുന്നത്. ഈ 3 എണ്ണം മാത്രം എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളിൽ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ ആണ്. ഇതിന് 260ഓളം അല്ലെങ്കിൽ 256ഓളം ഒക്കെ കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. നമ്മുടെ ഭാരതപ്പുഴയെക്കാട്ടിലും നമ്മുടെ പെരിയാറിനെക്കാട്ടിലും ഒക്കെ ദൈർഘ്യമുള്ള നദിയാണ് കബനി അല്ലേ? നമ്മൾ പഠിക്കുമ്പോൾ ഈ 44 പഠിക്കുമ്പോൾ ഏറ്റവും വലുത് പെരിയാറാണെന്ന് പഠിക്കും അല്ലേ? പെരിയാർ 244 കിലോമീറ്റർ ദൈർഘ്യമേ ഉള്ളൂ. ആർക്ക്? പെരിയാർ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് അല്ലേ? 244, 209. ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി കേരളത്തിലുള്ള ദൈർഘ്യം ചോദിച്ചാൽ 56.6 കിലോമീറ്റർ ആണ്. ഇത് എവിടെയാണ് പതിക്കുന്നത്? കാവേരി നദിയിലാണ് അല്ലേ? കാവേരി നദിയിലാണ് ഇത് പതിക്കുന്നത്. കർണാടകത്തിലേക്കാണ് ഒഴുകി പോകുന്നത് അല്ലേ? എവിടേക്കാണ് ഒഴുകി പോകുന്നത്? കർണാടകത്തിലേക്ക് പോയി കർണാടകത്തിൽ വെച്ചിട്ട് കാവേരി നദിയിൽ പതിക്കുന്നു. ഏത്? കബനി നദി. നമുക്കറിയാം ബാണാസുര സാഗർ ഡാം ഏത് നദിയിലാണ്? കബനി നദിയിലാണ് അല്ലേ? ഏതാണ്? ബാണാസുര സാഗർ. ബാണാസുര സാഗർ വയനാട് ജില്ല അല്ലേ? വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കബനി നദിയിലാണ്. 56.6 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകി കർണാടകത്തിൽ ചെന്ന് കാവേരി നദിയിലേക്കാണ് ഇത് ചേരുന്നത്. കിഴക്കോട്ടാണ് ഒഴുകുന്നത്, ഈസ്റ്റ്. അടുത്തയാണ് ആര്? ഭവാനി കേട്ടോ. അടുത്ത ആരാണ്? ഭവാനി നദി പാലക്കാട് ജില്ലയിലാണ് അല്ലേ? 37.5 കിലോമീറ്റർ ആണ് എവിടെ കൂടെ ഒഴുകുന്നത്? കേരളത്തിലൂടെ ഒഴുകുന്നത്. 37.5 കിലോമീറ്റർ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ തമിഴ്നാട്ടിൽ കേട്ടോ. നേരെ എവിടേക്ക് പോകുന്നു? തമിഴ്നാട്ടിൽ പോയിട്ട് എവിടെ പതിക്കുന്നു? കാവേരിയിൽ പതിക്കുന്നു.
ആര്? ഭവാനി നദി കേട്ടോ, ഭവാനി നദി. ഭവാനിയുടെ ഒരു പോഷക നദിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? ശിരുവാണി. PSC ഒരു ചോദ്യമില്ലേ, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണി ഈ ഭവാനിയുടെ ഒരു പോഷക നദിയാണ്, ഓർത്തു വെച്ചിരിക്കണം. ഭവാനി 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. തമിഴ്നാട് ചെന്ന് കാവേരിയിൽ പതിക്കുന്നു. കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് ഏത്? പാമ്പാർ നദി. ഏതാണ്? പാമ്പാർ നദി. 25 കിലോമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ കേട്ടോ. പാമ്പാർ നദി എത്ര കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ? 25 കിലോമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. പാമ്പാർ നദി നമുക്കറിയാം, നമ്മുടെ മറയൂർ വനത്തിലൂടെ അല്ലെങ്കിൽ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പാമ്പാർ നദിയാണ് അല്ലെ. ഇടുക്കി ജില്ല കേട്ടോ. ഏതാണ്? ഇടുക്കി ജില്ല കേട്ടോ. എവിടെയാണ്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് ഇത് പാമ്പാർ നദി ഒഴുകുന്നത്. ഈ പാമ്പാർ നദിയും എവിടേക്ക് പോകും? തമിഴ്നാട്ടിലേക്ക് പോയി കാവേരിയിൽ പതിക്കും. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നമ്മുടെ 3 നദികളും പതിക്കുന്ന കാവേരിയിലാണ്. കബനി മാത്രം കർണാടക കാവേരി, ബാക്കി രണ്ടും തമിഴ്നാട് കാവേരി. സെറ്റാണ്. 56.6 കബനി, 37.5 ഭവാനി, പാമ്പാർ 25 കിലോമീറ്റർ. ഓക്കെ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചുരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഉത്തരപർവ്വത മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് ഇത് ചുരങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം. പ്രധാനപ്പെട്ട ചുരമായ നാഥുല ചുരം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് നമ്മുടെ സിക്കിമിനെ ടിബറ്റുമായിട്ടാണ് കേട്ടോ. നമ്മുടെ സിക്കിമിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിക്കിമിൽ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നാഥുലയും ജലപ്പലയും. ഈ നാഥുല സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. എവിടെയാണ്? ടിബറ്റുമായിട്ട്. ജലപ്പല സിക്കിമിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ലാസയുമായി ബന്ധിപ്പിക്കുന്ന ജലപ്പലയും ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന നാഥുലയുമാണ്. ഈ 2 ചുരങ്ങളും എവിടെയാണ്? സിക്കിമിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ശ്രീനഗറിനെയും കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഇത് സോജില ചുരം കേട്ടോ. ഏതാണ്? സോജില ചുരം. പഠിക്കണം. സോജില ചുരം ശ്രീനഗറിനെ കാർഗിലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെന്താണ്? ഷിപ്കില എന്ന് പറയുന്ന മറ്റൊരു ചുരമുണ്ട്. ഷിപ്കില. ഷിപ്കില അത് നമ്മുടെ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കും. ഓക്കെ ആണോ? ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ലിബുലക് ആണ് കേട്ടോ. ഏതാണ്? ലിബുലക് ആണ്. ലിബുലക്. ലിബുലക് ചുരമാണ് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. സിക്കിമിലെ നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ജലപ്പല ചുരം സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ലിബുലക് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സോജില ചുരമാണെങ്കിൽ ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഇത് ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? നമ്മുടെ സോജില ചുരം എന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ നോക്കിയേ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ. ചാകര എന്ന പ്രതിഭാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രതിഭാസമാണ് ചാകര എന്നത് അല്ലേ. മഡ് ബാങ്ക്സ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ചാകര ഉണ്ടാകുന്നത്. അറബിക്കടലാണ് കേട്ടോ. ഏത് കടലാണ്? അറബിക്കടലാണ്. ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതത്തിന്റെ സവിശേഷത ഏതാണ് എന്നതാണ്. നോക്കിയേ. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കൂടുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും ഉയരം കുറവ്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. എല്ലാ ഭാഗത്തും ഒരേ ഉയരം. അപ്പൊ ഹിമാലയ പർവ്വതം പറയുമ്പോൾ ആദ്യം ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്താണ്? പടിഞ്ഞാറ് എവിടെയാണ്, കിഴക്ക് എവിടെയാണെന്ന് ഓർക്കണം അല്ലേ. ഇത് പടിഞ്ഞാറും ഇത് കിഴക്കുമാണ്. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയ പർവ്വതത്തിന്റെ ഉയരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാശ്മീർ, പഞ്ചാബ് ആ ഒരു മേഖലകളിലൊക്കെ ഹിമാലയത്തിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉയരം എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ കിഴക്കോട്ട് പോയി അങ്ങ് അസം മേഖലയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു 150 കിലോമീറ്റർ ആയിട്ട് കുറയും. അപ്പൊ എന്താണ് ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം? അല്ല, നമ്മൾ ഇവിടെ പറയുന്ന പ്രാധാന്യം 400 കിലോമീറ്ററും 150. കിഴക്കോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഉയരം കുറഞ്ഞു വരുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഈ ഉയരം കുറഞ്ഞു വരുന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയായത്, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ് അല്ലേ. നമുക്കറിയാം ഹിമാലയം ഒരു ഏറ്റവും വലിയ ഒരു മടക്ക് പർവ്വതം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഹിമാലയ പർവ്വതം. മറ്റൊരു പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ
മടക്ക് പർവ്വതമാണ് ഇത് ഹിമാലയം എന്നത് അല്ലേ. ഹിമാലയത്തിന് അങ്ങനെ ഒരുപാട് സവിശേഷതകൾ പറയാനുള്ളതാണ് അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം, ഏറ്റവും വലിയ മടക്ക് പർവ്വതമൊക്കെ ഹിമാലയമാണ്. കിഴക്കോട്ട് പോകുന്തോറും അതിന്റെ ഉയരം കുറഞ്ഞു വരുന്നു എന്നത് എന്താണ്, ഹിമാലയ പർവ്വതത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഹിമാലയ പർവ്വതം എന്നത്. ഇനി നമ്മളിപ്പോൾ VFAയുമായി ബന്ധപ്പെട്ട എന്താണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്താണ് ഒരു പുതിയ എക്സാം ഒക്കെ VFAയുടെ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കാം. മാസ്റ്റർ കീയിലേക്ക് ജോയിൻ ചെയ്യുക. എനിവേ താങ്ക് യു.